വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രൈപ്പിംഗ് മച്ചാൻ. എന്തുകൊണ്ട് മച്ചാൻ വരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഗൈസ്, തളപതി ദർശനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ സിനിമ നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം, പോസിറ്റീവ് പറയുന്നവർക്ക് പറയാം. കാരണം ഇത് ഇഷ്ടപ്പെടായിക പോണ കുറേ പേരുണ്ട്. കാരണം ഇത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലറാണ്. അതായത് ഇച്ചിരി കൂടെ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പം ഒരു ഡേർട്ടി പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ എന്ന് തന്നെ പറയണം. അപ്പം എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ്ലി എനിക്ക് അതുപോലെ തന്നെ ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ വിജയുടെ അവസാന സിനിമയാണ്. ഇനിയിപ്പം പുള്ളീനെ ഇങ്ങനൊരു സ്ക്രീൻ പ്രസൻസ് ഈ കാണുമോ എന്ന് പോലും, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുമോ എന്ന് പോലും ഇനി എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയൊരു സിനിമ പുള്ളിയുടെ ഉണ്ടാകുമോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം ഗൈസ്, ജനനായകൻ സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പം പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് പുള്ളി എൻ്റെ പൊന്നാളിയാ പൊള്ളിച്ച് കേട്ടാ. പുള്ളിനെ അതായത് ഇൻ്റർവെല്ല് സീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ കിഡു സാധനം. ഇൻ്റർവെൽ പഞ്ചൊക്കെ വേറെ ലെവല്. പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞ്, അതായത് തുടക്കം കുറച്ച് കാര്യങ്ങൾ, അതായത് എന്താ പറയുന്ന ഒരു കുറച്ച് കഥകൾ പറയുന്ന ഒരു ഇത്, അതായത് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു സംഭവമുണ്ട്. അത് എനിക്കെന്തോ അതൊരു ഇച്ചിരി മടുപ്പായിട്ട് എനിക്ക് തോന്നിയെങ്കിലും ബാക്കി അങ്ങോട്ട് പെരുത്തിഷ്ടപ്പെട്ടു മോനെ, പെരുത്തിഷ്ടപ്പെട്ട്. ഫസ്റ്റ് ഹാഫൊക്കെ തീന്ന് പറഞ്ഞ അന്യായം തന്നെ. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സിനിമ മാർച്ചിൽ ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. ഇന്നിപ്പോൾ ജൂലൈ 23. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, സെൻസറിങ് പ്രശ്നം, അങ്ങനെ മറ്റേത് മറിച്ചത് എല്ലാം കാരണം ഇന്നാണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു സിനിമ ഇന്ന് ഇറങ്ങിയപ്പോഴും എനിക്കിത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ ആ റിലീസ് മാറ്റി കഴിഞ്ഞപ്പം എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഓൾറെഡി ലീക്കായൊരു മൂവിയാണ്. പക്ഷേ അന്ന് എനിക്ക് കാണാമായിരുന്നു. ഞാൻ അന്ന് കാണാതെ വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഫോണിൽ കണ്ടൊരു സിനിമയല്ല. പുള്ളീനെ എന്താ പറയുന്ന ആ ക്രൗഡിലിരുന്ന് പുള്ളീനെ കാണേണ്ട ഒരു സിനിമയാണിത്. കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ കാണണം. അല്ലാതെ ഇത് ഈ ഫോണിൽ വന്നിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. സീരിയസ്ലി ഞാൻ പറയാം. കാരണം പുള്ളിയുടെ ഇതൊരു അവസാന സിനിമയാണ്. ഇനിയിപ്പം വേറെ ഏതെങ്കിലും സിനിമ ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണ്, നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. അത് ക്രൗഡിൻ്റെ ഇടയ്ക്കിരുന്ന് കാണുക. പുള്ളിയുടെ അഴിഞ്ഞാട്ടമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സീരിയസ്ലി ഞാൻ പറയാം. കാരണം പുള്ളിയൊക്കെ എന്ത് പറയുന്നത്, പുള്ളിനെയൊക്കെ ഇനിയിപ്പം അങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക്? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇതാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. കാരണം ഞാൻ ഈ ഒരു എന്താ പറയുന്ന പോക്കിരിയല്ല, അതിന് മുമ്പൊക്കെ എന്തൊക്കെയോ കുറച്ച് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് തൊട്ട് കാണാൻ തുടങ്ങിയ പുള്ളീനെ ഇന്ന് ഈ ലാസ്റ്റ് സിനിമ, അതായത് ലാസ്റ്റ് ആ ഒരു എന്താ പറയുന്നത് ദി എൻഡ് എന്നും പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അത് കാണുമ്പോൾ എന്തോന്നാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു പേഴ്സണലി എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ആയിപ്പോയി കേട്ടാ. അതൊക്കെയാണ് സംഭവം. അപ്പോൾ നിങ്ങളെന്തായാലും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. കാരണം പുള്ളിയുടെ എന്ന് പറയുമ്പം പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡും കാര്യങ്ങളുണ്ട്. അതായത് പാസം, അതുപോലെ തന്നെ ഈ സിനിമ ജനനായകൻ എന്ന് തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഒരു സിനിമ ഏത് റേഞ്ചിലാണ്, എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉള്ളത്. നിങ്ങൾക്ക് തളപതിനെ ഇഷ്ടമാണെങ്കിൽ, അതുപോലെ പുള്ളീൻ്റെ ലാസ്റ്റ് അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കയറിക്കോ, കണ്ടോ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കാണാൻ പോകുന്നവരാണെങ്കിൽ കയറി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നേരം. ബൈ.